ഹലോ. ഹലോ. എന്തോ എടോ? ഒന്നുമില്ലാന്നേ. അല്ല, എനക്ക് സമാധാനമായാ? എനിക്കെന്ത് സമാധാനം? അല്ല, ഞാനിവിടെ എല്ലാം കെട്ടി വെച്ചപ്പോൾ സമാധാനമായോന്ന്. അത് സമാധാനായി. നിങ്ങൾ ഇങ്ങോട്ട് വരാൻ പോവല്ലേ? അതാ പറഞ്ഞ, എൻ്റെ പരാതിയും പരിപ്പും എല്ലാം ഇന്നത്തോട് തീർന്നേ, ഇനി പറയല്ലേ. അതെന്താ നിങ്ങൾ അങ്ങനെ ചോദിക്കണേ? ചോദിക്കണം. ആ, എന്ത് ചോദിക്കണം? അല്ല, നിങ്ങൾക്ക് വരാൻ ഇഷ്ടല്ലേ? വരാൻ ഇഷ്ടമില്ലാത്തല്ലോ പറഞ്ഞത്. എൻ്റെ പിന്നെ പരാതിയും പരിഭവവും ഇന്നത്തോട് തീർന്നില്ലേന്ന് ചോദിച്ചതാ. അതൊക്കെ കഴിഞ്ഞു. ഇനി പറയാൻ വരല്ലേ. ഞാൻ ഇനിയും പറയും. നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമില്ലേ, നിങ്ങൾ വരുന്നില്ല. ഇനി ഞാൻ നാട്ടിൽ വന്നിട്ടേ എൻ്റെ പൊന്നാര മോള് പറയില്ലേ, നിങ്ങൾ പോകുന്നില്ലേ അതും കൂടി കേൾക്കുമ്പോൾ നോയിക്കണമല്ലോ. അന്ന് തന്നെ ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടാക്കാൻ നോയിക്കോ. ഞാനേ എന്തെങ്കിലും അങ്ങനെ പറയൂല. പറയും. ഇല്ലല്ല, ഞാൻ വിവരങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? രണ്ടിട്ടും പറഞ്ഞു. അതെനിക്ക് ദേഷ്യം വന്നിട്ടല്ലേ. അതെന്നെ ഇതും അങ്ങനെ സംഭവിക്കുമ്പോഴാണല്ലോ നിങ്ങൾ പോകുന്നില്ലേന്ന് ചോദിക്കുന്നു. വന്നിട്ട് അതെന്റെ അടുത്തേക്ക് ഭ്രാന്തിട്ട് വന്നിട്ടല്ലേ. ഭ്രാന്ത് പറ്റി വന്ന വെച്ചാല് ഭ്രാന്ത് പിടിപ്പിക്കാൻ വന്നിട്ടല്ലേന്ന്. അങ്ങനെ. എന്തായാലും ഇനിയിപ്പോ രാവിലെ ആകുമ്പോ നേരിൽ കാണാമല്ലോ. എന്തെങ്കിലുമൊക്കെ കരുതി വെച്ചിട്ടുണ്ടാവുമല്ലോ കയ്യില്. പിന്നെ എന്താണാവോ? അതൊക്കെ സർപ്രൈസ് അല്ലക്ക. പറയടോ, എന്നാലും ഒന്ന് കേൾക്കട്ടെ. സർപ്രൈസ് എങ്ങനെ പറയാൻ പറ്റും? ഇത്രയൊക്കെ കാത്തിരുന്നില്ലേ, ഇനിയിപ്പോ അങ്ങ് പറഞ്ഞോ. ഇത്രയും കാത്തിരുന്നില്ലേ, ഇനി നാളെ നേരിട്ട് വരുമ്പോ കാണാം. ഇനിയിപ്പോ എന്താവോ എന്തോ വന്നാലും. പ്രത്യേകിച്ച് ഒന്നാവാനൊന്നുമില്ല. അതെനക്ക് ഉണ്ട്. എൻ്റെ സ്വഭാവമല്ലേ. 2 ദിവസം നല്ല ചിരിയായിരിക്കും. 3ൻ്റെ അന്ന് തുടങ്ങുമല്ലോ അടിയും ബഹളമൊക്കെ. നമ്മളെങ്ങനെയല്ലേ. പിന്നെ അല്ലടോ, ഞാൻ വരുന്നത് എല്ലാവരും ഈ വിളിച്ച് പറഞ്ഞില്ലേ? ഞാൻ ആരെയും വിളിച്ചു പറഞ്ഞില്ല. അറിഞ്ഞു ഞാൻ. എൻ്റെ ആൾക്ക് വരുന്നുണ്ട്. ഈ എന്തൊക്കെയോ പാട്ടൊക്കെ പാടിയെന്ന് പറയണ്ടല്ലോ. പാട്ട് പാടിയെന്നോ? അതുണ്ടാക്കി പറയോ നിങ്ങൾ? അല്ല, എൻ്റെ ഫേവറേറ്റ് സാധനം ഉണ്ടല്ലോ. അതേതാ? ഈ എപ്പോഴും പറയുന്ന സാധനം. അത് വേണ്ടാട്ടോ. അതെന്താ വേണ്ടാത്തേ? വേണ്ട. നല്ലതാണ്. അതൊരു സർപ്രൈസ് ആയിട്ട് നമുക്ക് പൊട്ടിക്കാം. ഈ പാട്ട് പാടിയെന്ന് പറയുന്നുണ്ട്. ഉമ്മാക്ക് പാട്ട് പാടി കൊടുത്തു. എൻ്റെ പാട്ട് കേട്ടിട്ടായിരിക്കും എല്ലാവരും പറയുന്നത്. നല്ല സൂപ്പർ പാട്ടാണ്, ഇന്നും ആരും കേട്ടിട്ടില്ല. എല്ലാം ഞാൻ നിന്ന് തന്നെ കണ്ടുപിടിക്കുന്നു. ഞങ്ങോട്ട് വരുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ട് പഠിക്കാമല്ലോ. പിന്നെ അപ്പം നമുക്ക് വന്നിട്ട് സംസാരിച്ചാൽ പോരെ? വേണോ? പിന്നെ വന്നിട്ട് സംസാരിക്കണ്ടേ? ഇപ്പോൾ വന്നിട്ട് ഉടനെ പോന്നാൽ മതിയോ? വന്നിട്ട് കുറേ സംസാരിക്കാനുണ്ട്, കുറേ കറങ്ങാനുണ്ട്. അതെല്ലാതും കഴിഞ്ഞിട്ട് ഇങ്ങ് പോരും കേട്ടോ. പെട്ടെന്ന് വരില്ല കേട്ടോ. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയും, അവിടെ എത്തുമ്പോൾ അറിയാൻ സ്വഭാവം.